സ്വിഗ്ഗി ഓടിയിട്ട് വന്നതാണ് ഗൈസ്. അപ്പോൾ സ്വിഗ്ഗി ഓടുന്നതിൻ്റെ ഇടയിലൊരു ഇന്നൊരു സംഭവം നടന്ന് ഞാനും ഒരു ഹോട്ടലിലെ സെക്യൂരിറ്റി ആയിട്ട് കുറച്ച് വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടു. സംഭവമൊന്നുമില്ല. ഞാൻ വണ്ടി ഇങ്ങനെ ബാക്കിലോട്ട് എടുത്ത സമയത്ത് പുള്ളിയുടെ കാലിൽ ചെറുതായിട്ടൊന്ന് തട്ടിയ സമയത്ത് ഞാൻ പറഞ്ഞു, സോറി മാമ, ഞാൻ കണ്ടില്ല മാമ, ഞാൻ വണ്ടിയിൽ കയറി ഇരിക്കുമായിരുന്നു, ബാക്കിലോട്ട് എടുത്തപ്പോൾ കണ്ടില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാക്കിൽ കൂടെ ഒരു കാറ് പോയി. അത് പാർക്ക് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് പുള്ളി ഒരു കുട എടുത്ത് വെച്ച് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പുള്ളി ശ്രദ്ധിക്കാതെ വന്ന് കയറി. സ്വാഭാവികമായിട്ട് ഞാൻ വണ്ടി വയ്ക്കുന്ന സ്ഥലത്ത് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് ബൈക്ക് വയ്ക്കുന്ന സ്ഥലമാണ്, അവിടെ നിന്ന് ബാക്കിലോട്ട് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അവിടെ അങ്ങനെ ആരും വന്ന് നിൽക്കാറുമില്ല. സെക്യൂരിറ്റിയൊക്കെ വേറെ സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എന്നും എടുക്കുന്ന രീതിയിൽ സ്ഥിരം ഓർഡർ എടുക്കാനായിട്ട് പോകുന്ന ഹോട്ടലാണ്, എന്നും എടുക്കുന്ന രീതിയിൽ ഞാൻ തിരിച്ച് ഇറങ്ങി വന്ന സമയത്ത് പുള്ളിയുടെ ചെറുതായിട്ടും തട്ടി. അപ്പോൾ ഞാൻ അപ്പോഴേ സോറി പറഞ്ഞു. അപ്പോൾ ഞാൻ സോറി പറഞ്ഞതിന് ശേഷം പുള്ളി കുറച്ച് നേരം മിണ്ടാന്നിട്ട് പെട്ടെന്ന് ചാടി കയറുക. അങ്ങനെ പുള്ളി ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. പുള്ളി എൻ്റെ എന്നെ കണ്ടില്ലടാ, കണ്ടുകൂടെടാ, അങ്ങനെ തോന്നെ. ഞാൻ മാമ ഞാൻ കണ്ടില്ല. പിന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾ നടന്നു വന്നതല്ലേ, ഞാൻ വണ്ടിയിൽ ഓൾറെഡി കയറി ഇന്ന് റിവേഴ്സ് എടുക്കാൻ പോവുകയാണ്, നിങ്ങൾ കണ്ടുകൂടായിരുന്നാ എന്ന് ഞാൻ ചോദിച്ച സമയത്ത് പുള്ളി വീണ്ടും കിടന്ന് അലച്ചുകൊണ്ടില്ല. എനിക്ക് ഗുണം വന്ന് ഞാൻ പറഞ്ഞു, ഇയാൾ നോക്കാതെ വന്ന് കയറിയിട്ട് എൻ്റെ അടുത്ത് ചെലച്ചിട്ട് കാര്യമില്ലല്ലോ, ഇയാളെ കാര്യം നോക്കി പോയി, എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കൂടുതൽ സംസാരിക്കാൻ നിൽക്കാൻ ഞാൻ വന്നു. അപ്പോൾ പറഞ്ഞു വന്നത് ആദ്യമേ പറയുന്നത് എല്ലാവരും ഇങ്ങനല്ല, എല്ലാവരും ഇങ്ങനത്തെ ആൾക്കാരൊന്നുമല്ല. പക്ഷേ ചില ഹോട്ടലിലേക്ക് സെക്യൂരിറ്റിമാർക്കുണ്ടല്ലോ, ഈ ഡെലിവറി ബോയ്സിനെയൊക്കെ കാണുമ്പോൾ അവരെന്തോ വലിയ കൊമ്പത്തും നമ്മൾ മറ്റേ താഴേക്കിടയിൽ കിടക്കുന്ന കുറച്ച് ആൾക്കാരെ കണക്കത്തെ ഒരു ബിഹേവിയറാണ്. എല്ലാവരും ഇല്ല, വളരെ ചുരുക്കം ചിലർ മാത്രം. മുതലാളിമാർക്കില്ലാത്ത അഹങ്കാരമാണ് ചില സെക്യൂരിറ്റിമാർക്ക്. ഇത് കാണുന്ന ഡെലിവറി ബോയ്സിന് പലർക്കും ഈ സാധനം റിലേറ്റബിൾ ആയിരിക്കും. എല്ലാവർക്കും ഇല്ല, വളരെ ചുരുക്കം ചിലർ. ഈ വളരെ ചുരുക്കം ചിലർ മതിയല്ലോ, മറ്റേ പായസത്തിൽ നമ്മൾ എന്തിനായിട്ട് ഇടുമല്ലോ, അതിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മധുരം പോകുമെന്നും പറയുമല്ലോ. അതേപോലെ തന്നെയാണ്, പാലിലൊരല്പം കഷായം വീണാൽ മതി, ആ പാല് കേടാവും. അതേപോലെ ഇങ്ങനെയുള്ള കുറേ നാവുകളെ കാരണം ഒരുപാട് ആൾക്കാർക്ക്, ഒരുപാട് സെക്യൂരിറ്റിമാർ ഇതേപോലൊരു ചീത്ത പേര് വരുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് പേര് കാണിക്കുമ്പോൾ എല്ലാവരും ആ ഒരു ടൈപ്പാണെന്ന് പൊതുവെയുള്ള ആൾക്കാരെല്ലാം വിചാരിക്കും. ഇപ്പോൾ സെക്യൂരിറ്റി അവരായാലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിലും കൊണ്ട് ഹോട്ടലിലേക്ക് സെക്യൂരിറ്റി ആരാണെന്നുണ്ടെങ്കിൽ വഴിയെ പോകുന്ന വണ്ടികളൊക്കെ ഹോട്ടലിലോട്ട് വിളിച്ച് കയറ്റി രാവിലെ തൊട്ട് വെയിലും കൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഈ ഡെലിവറിക്ക് ഓടുന്ന പയ്യന്മാരായാലും വലിയ ആൾക്കാരായാലും ആരായാലും ഡെലിവറിക്ക് ഓടുന്നവരായാൽ പോലും നമ്മളും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അല്ലെങ്കിൽ പാതിരാത്രി വരെയൊക്കെ ഈ വെയിലും കൊണ്ടും മഴയും കാര്യങ്ങളൊക്കെ കൊണ്ട് ഓടുന്നതാണ്. അപ്പോൾ നിങ്ങൾ നമ്മളെ വലിയ പൊക്കി പിടിക്കണമെന്നൊന്നുമില്ല, ഒരു സാമാന്യ റെസ്പെക്റ്റ് കാണിക്കുക. നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരുപാട് ഹോട്ടൽസിലെ സെക്യൂരിറ്റിമാർ, നമ്മൾ ഡെലിവറി എടുക്കുന്ന ഒരുപാട് ഹോട്ടൽസിലെ സെക്യൂരിറ്റിമാർ നമ്മളത് വളരെ സ്നേഹമായിട്ടും നല്ല കാര്യമായിട്ടും നമ്മൾ ഇടപെടുന്നുണ്ട്, നമ്മൾ അവരുടെ അടുത്ത് ആ സ്നേഹത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ബേസിക്കായിട്ടൊരു സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ മര്യാദയ്ക്ക് ഒരു റെസ്പെക്റ്റ് ഒന്നും വേണ്ട, ഒരു സാമാന്യ മര്യാദ നമ്മളടുത്ത് കാണിക്കുമ്പോൾ നമ്മളും ആ ഒരു മര്യാദ ബാക്കി ഡെലിവറി ബോയ്സിൻ്റെ